നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ വാസ്തുദീപത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരു അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു വീട് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്. വീട് എങ്ങനെ പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് കൊണ്ടുവരാം, വീട്ടിൽ വാസ്തുദോഷമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാലും വീട്ടിനെ സ്നേഹിക്കുകയും വീട്ടിനുള്ളിൽ പോസിറ്റീവ് എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ പല വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാസ്തുദീപം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. എന്താണ് വാസ്തുദീപം എന്ന് ചോദിച്ച് പലരും എന്നെ വിളിച്ചിരുന്നു. വാസ്തുദീപം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇടിഞ്ഞിൽ വിളക്ക് എന്ന് പറയില്ലേ, ഇടിഞ്ഞിൽ ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വിളക്ക്, ക്ലേ കൊണ്ടുണ്ടാക്കിയ വിളക്കെന്ന് ഉദ്ദേശിക്കുന്ന ഇടിഞ്ഞിൽ ചിരാതെന്നൊക്കെ നമ്മൾ പറയും. ദിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹിന്ദിയിലൊക്കെ ദിയ എന്ന് പറയാറുണ്ട്. അപ്പം ആ ഒരു ഇടിഞ്ഞിൽ വിളക്ക്, ആ വിളക്ക് നമ്മൾ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ പുറത്തായിട്ട് ആ ഭാഗത്ത് സന്ധ്യാസമയത്ത്, അതായത് സൺസെറ്റ്, സൂര്യാസ്തമയ സമയത്ത് കത്തിച്ച് വയ്ക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തരുന്നതാണ് ഈ ഒരു വാസ്തുദീപം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പിന്നെ ഒപ്പം ഒരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ബെനിഫിറ്റ് കിട്ടും. അതായത് നമ്മുടെ വീട്ടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു വാട്ടർ ബോഡി ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നല്ലൊരു ഈ ഉരുളി പോലത്തെ ചെറിയൊരു പാത്രത്തിൽ വെള്ളം, ശുദ്ധജലത്തിൽ നല്ല പൂക്കളിട്ട് വയ്ക്കുക. ശുദ്ധജലത്തിൽ നല്ല പൂക്കളിട്ടിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാമെങ്കിൽ വളരെ പോസിറ്റിവിറ്റി നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും. ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വാസ്തുദോഷം ഒരുപാടുണ്ട്, ഞങ്ങൾക്ക് ഉന്നമനമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിനെ പഴിച്ചും പ്രാഗിയൊക്കെ താമസിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വളരെ പോസിറ്റിവിറ്റി നിങ്ങളെ തേടി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.